വളരെ മനോഹരമായ ഭൂപ്രകൃതിയും ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ കേരളം ഭൂമാഫിയയുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ഭാവിയെ തന്നെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഭൂമാഫിയയുടെ ഇടപെടൽ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ സർക്കാർ തലത്തിൽ തന്നെ പല നയങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഭൂമാഫിയയുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഇടപെടലുകൾ നടക്കുന്നു. അങ്ങനെ ഭൂമാഫിയ തങ്ങൾക്ക് അനുകൂലമായ നയങ്ങൾ കൊണ്ടുവരുവാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ഇത് സാധാരണക്കാരായ ആളുകളെ പല രീതിയിലും ബാധിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പ്രദേശം, ആ പ്രദേശത്തിന് അത്യാവശ്യം വില ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ഭൂമാഫിയയുടെ ഇടപെടൽ കൊണ്ട് അതിൻ്റെ വില അങ്ങേയറ്റം താഴ്ത്തുവാനായിട്ട് സാധിക്കും. അതിൻ്റെ പിന്നിൽ അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ചില വസ്തുക്കളുടെ വില അങ്ങേയറ്റം ഭൂമാഫിയയുടെ ഇടപെടൽ കൊണ്ട് കയറ്റി വയ്ക്കുകയും പിന്നീട് ആ വസ്തുവിൻ്റെ വില ഇടിഞ്ഞ് സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ഇന്ന മേഖലയിൽ ഒരു എയർപോർട്ട് വരും എന്നുള്ളൊരു ധാരണ കൊണ്ടുവരികയാണെങ്കിൽ പല ആളുകളും ആ ഒരു സൗകര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വില കൂടും എന്നുള്ള ധാരണയിൽ വലിയ വില കൊടുത്ത് ആ ഒരു പ്രദേശത്തുള്ള സ്ഥലങ്ങൾ മേടിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു വിമാനത്താവളത്തിൻ്റെ പദ്ധതി പോലും ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ വസ്തു വലിയ വിലയ്ക്ക് മേടിച്ചവർ പെട്ടുപോയില്ലേ? അതുപോലുള്ള പല കളികളുമാണ് ഈ ഭൂമാഫിയയുടെ ഇടപെടൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഭൂമാഫിയയുടെ ചില കളികളും അത് എത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്നുവെന്നും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഭൂമാഫിയയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണപ്പോൾ ലാൻഡ് ലോബി അഥവാ ഭൂമാഫിയ എന്ന് പറയുന്നത്? സർക്കാർ സംവിധാനങ്ങൾ അഥവാ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഭൂവിനിയോഗ നയങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുവാൻ ഇത്തരക്കാർക്ക് സാധിക്കുന്നു. ഈ ഗ്രൂപ്പിൽപ്പെട്ടവർ ഗ്രാമീണ മേഖല മുതൽ നഗര മേഖലകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, വികസനമൊക്കെ നമുക്ക് അനിവാര്യമാണ്. എങ്കിൽ പോലും അമിതമായ ഭൂമാഫിയയുടെ ഇടപെടൽ മൂലം വലിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സംഭവിക്കാം. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തും ചൂരൽമലയിലുമുണ്ടായ അപകടം ഒരു തരത്തിൽ ഭൂമാഫിയയുടെ ഇടപെടൽ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയാൻ സാധിക്കും. ചൂരൽമല പോലുള്ള സ്ഥലങ്ങൾ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. ആരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളുണ്ട് ചൂരൽമലയ്ക്ക്. പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പോലും ചൂരൽമലയിലേക്ക് അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭൂമാഫിയയുടെ വലിയ പങ്കുണ്ട്. വനഭൂമി കയ്യേറിയതുൾപ്പെടെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ തച്ചുടച്ചുകൊണ്ടാണ് ഭൂമാഫിയ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഇതുപോലുള്ള വലിയ ദുരന്തത്തിലേക്ക് ജനങ്ങളെ തള്ളിയിടുന്നതിലേക്കും എത്തിയത്. പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുകയാണ്. അവിടുത്തെ സർക്കാർ തല ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ച് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മഹാ ദുരന്തത്തിലേക്ക് മുണ്ടക്കയും ചൂരൽമലയുമൊക്കെ ഇന്നെത്തി നിൽക്കുന്നത് ഭൂമാഫിയയുടെ മറ്റൊരു ഇടപെടലാണ്. നെൽപ്പാടങ്ങൾ കരയാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ. കൃഷിഭൂമി വാണിജ്യപരമായ കാര്യങ്ങൾക്കോ പാർപ്പിട പ്ലോട്ടുകളാക്കി മാറ്റുകയും അങ്ങനെ കേരളത്തിൻ്റെ നെൽവയൽ ഗണ്യമായി കുറഞ്ഞ് അവ കരപ്രദേശമായി മാറുന്നു. അതിനുശേഷം വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും സാക്ഷിയാകുന്നു. പ്രത്യേകിച്ചും കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ വലിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. തണ്ണീർത്തട സംരക്ഷണ നിയമം പോലുള്ള നിയമങ്ങൾക്ക് ഇളവുകൾ സംഘടിപ്പിച്ചാണ് ഭൂമാഫിയ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യമാണ് സർക്കാർ ഭൂമി കയ്യേറ്റം. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വനഭൂമിയും റവന്യൂ ഭൂമിയും ഉൾപ്പെടെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലുള്ള ഭൂമികൾ ഭൂമാഫിയകൾ കൈമാറുന്ന സംഭവങ്ങൾ കേരളത്തിൽ നിരവധിയാണ്. പലപ്പോഴും രാഷ്ട്രീയ പിന്തുണയും സ്വാധീനവും ഉപയോഗിച്ചാണ് തർക്കങ്ങളെയും നിയമപരമായ വെല്ലുവിളികളെയും അതിജീവിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അനധികൃതമായി കയ്യേറിയ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളും കായൽ പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ആലപ്പുഴ, വർക്കല, കോവളം തുടങ്ങിയ ജനപ്രിയ സ്ഥലങ്ങളിൽ ഭൂമാഫിയയുടെ വളരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ട്. പലപ്പോഴും തീരദേശ പ്രദേശങ്ങൾ കൈയടക്കുന്നതിലൂടെ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. തീരദേശ പ്രദേശങ്ങളിലെ മണ്ണൊലിപ്പിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമൊക്കെ ഇത് കാരണമാകുന്നു. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം പോലുള്ള വലിയ തോതിലുള്ള വിപത്തുകളാണ് ഭൂമാഫിയയുടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്നത്. നിയമവിരുദ്ധമായി ഭൂമി കയ്യേറുന്നത് അടിയന്തരമായി തന്നെ സർക്കാർ ഇടപെടൽ മൂലം തടയാൻ കഴിയേണ്ടത് അനിവാര്യമാണ്.
സർക്കാർ ഭൂവിനിയോഗ ചട്ടങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നടപ്പാക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഭൂമാഫിയയുടെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ തടയാൻ സാധിക്കും. അങ്ങനെ ഭാവിയിലുണ്ടായേക്കാവുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് പല മേഖലയിലും ഭൂമാഫിയയുടെ ഇടപെടൽ മൂലം വലിയ തോതിലുള്ള വിപത്തുകൾക്ക് കാരണമാകുന്നു. അതെന്തൊക്കെയാണെന്നും സർക്കാർ തല ഉദ്യോഗസ്ഥന്മാർ ഭൂമാഫിയയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ശക്തമായിട്ടുള്ള ഭൂവിനിയോഗ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്